ഞാനിന്നൊരല്പം പ്രയാസത്തിലാണ് കേട്ടോ. അതായത് നമ്മുടെ ജനാധിപത്യം തകർന്നു വീണു. ഓർക്കാപ്പുറത്തായിരുന്നു. ഞാൻ പെട്ടെന്ന് മാറിക്കളഞ്ഞെങ്കിലും കാലിൽ വീണു. കാലിന് ഒരല്പം പരിക്കൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല, വെച്ചുകെട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങളെ കൈ കാണിക്കാൻ പറ്റും, കാല് പൊക്കി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ജനാധിപത്യമല്ലേ, അത് തകർന്നു വീണ് കഴിയുമ്പോൾ ഒരു സാധാരണ പൗരന് ചില്ലറ പരിക്കൊക്കെ പറ്റും. ആദ്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞു തന്നത് ജനാധിപത്യം തകർന്നു വീണതാണ്. കാരണം പുള്ളി ഇന്നലെ ഈ തവള ചത്തുമലക്കുന്ന പോലെ ഒരു കിടപ്പ് കിടന്നായിരുന്നല്ലോ. ആ സമയത്താണ് ഈ ജനാധിപത്യം തകരാൻ തുടങ്ങിയത്. അത് ഡൽഹിയിൽ നിന്ന് തകർന്ന് കേരളത്തിൽ കൊച്ചിയിലൊക്കെ എത്തിയപ്പോൾ ഇച്ചിരി താമസിച്ചു. ഞാനാണെങ്കിൽ ഇതൊട്ട് ശ്രദ്ധിച്ചുമില്ല. ഒരു ഒച്ചയൊക്കെ കേട്ടെങ്കിലും ഞാൻ വിചാരിച്ച ഏതോ വണ്ടിയോ വള്ളമോ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ജനാധിപത്യമായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പമൊക്കെ സംഭവിച്ചു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി. പുള്ളിയുടെ നടന്നുകൊണ്ടുള്ള പത്രസമ്മേളനം ഉണ്ടല്ലോ. രണ്ട് പേരാണ് മൈക്കം വെച്ച് നടന്ന് ഷൈൻ ചെയ്യുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റത് മമതാ ബാനർജി. മമതാ ബാനർജി ഇച്ചിരി വെരുകിനെ പോലെയാണ്, ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത പോലെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഉദാഹരണമോ ചൊല്ലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീലമായി പോയി. നാട്ടിൻപുറത്ത് അശ്ലീലം വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പം നമ്മൾ നഗരവാസികളായ ആധുനിക മനുഷ്യരുടെ ഭാഷ അത് അങ്ങനെയല്ല. അതുകൊണ്ട് പല പഴഞ്ചൊല്ലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടിലിട്ട വെരുകിനെ പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മമതാ ബാനർജി ഫാസ്റ്റായിട്ടും രാഹുൽ ഗാന്ധി സ്ലോ ആയിട്ടും. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രകടനം, മമതാ ബാനർജിക്ക് പിന്നെ ഈ PPT പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഒന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് അതുമുണ്ട്. പുള്ളി ഇങ്ങനെ ഗിനേച്ചുനെ വിഷ്വൽസൊക്കെ കാണിച്ചു. എന്ന് വെച്ചാൽ പോലീസുകാർ പിള്ളേരെ തല്ലുന്നു. പിള്ളേർ തന്നെ പിള്ളേരല്ലാത്തവരും ഉണ്ടല്ലോ. ഈ അല്ലാത്തവരെ കാണിച്ചില്ല, പിള്ളേരെ മാത്രമേ കാണിച്ചുള്ളൂ. പിള്ളേരുടെ അനുപാതത്തെ ചൊല്ലി വലിയ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു ഈ സമരത്തിൽ. ഈ അവിടെ കൂടിയ ആളുകളിൽ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ എത്രയുണ്ട്? വളരെ കുറവേ ഉള്ളൂ. 20%, 25% വരെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ബാക്കി 75% മറ്റു രീതിയിൽ താല്പര്യമുള്ളവരാണ്. അതായത് നക്സലൈറ്റ് സംഘടന, SFI, പിന്നെ മറ്റേ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഭീം ആർമി, ഉത്തർപ്രദേശിലെ അങ്ങനെ ഒരു സീറ്റിൽ ജയിച്ചിട്ടുമുണ്ട് അവിടെ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഭീം ആർമിയെ പുള്ളി അയച്ചിട്ടുണ്ട്. അവർ വലിയ അക്രമകരകളാണ്. പുള്ളി പറയുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട് തെരുവിൽ സമരം ചെയ്യുന്നത് എങ്ങനെ എന്ന് പുള്ളി റിസർച്ച് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി PhD മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ശാസ്ത്രീയമായിട്ട് തെരുവിൽ അക്രമം സംഘടിപ്പിക്കുന്നത് എങ്ങനെ എന്നൊക്കെ അവർക്ക് അറിയാം. ഇതുകൂടാതെ ആർട്ടിക്കിൾ 370 വീണ്ടും കൊണ്ടുവരണം എന്നുള്ള ടീമുണ്ട്. വഖഫ് നിയമ ഭേദഗതി അത് പിൻവലിക്കണം എന്നുള്ളവരുണ്ട്. FCRA ഭേദഗതി പിൻവലിക്കണം, FCRA തന്നെ എടുത്തു കളയണം എന്ന് പറയുന്ന കൂട്ടത്തിലുണ്ട്. അവർ നമ്മുടെ ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നോ? കേരളത്തിലെ ഓർത്തഡോക്സ് സഭ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് പരിപൂർണ പിന്തുണ പ്രഖ്യാമ്പാടാ. താടിക്ക് തീ പിടിക്കുമ്പോൾ പപ്പടം ചൂട്ടെടുക്കാൻ നോക്കുന്ന ഓർത്തഡോക്സ് സഭ കൊള്ളാൻ തരക്കേടില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ സിനിമാ നടന്മാർ, അവർക്ക് സിനിമ ഇല്ലാത്തതുകൊണ്ടാകാം, അവരൊക്കെ കൂടെ ഇറങ്ങിയിട്ട് കാശും കിട്ടിയിട്ടുണ്ടാവണം കേട്ടോ. കാരണം അവിടെ ഷബാന ആസ്മിയാണ് ഇതിൻ്റെ ഫൈനാൻസിങ്. അപ്പോൾ അവർക്ക് ഈ ക്രിസ്ത്യൻ ലോബികളിൽ നിന്ന് കാശ് കിട്ടുന്ന ഒരു NGO ഒക്കെ ഷബാന ആസ്മിക്കുണ്ട്. അപ്പോൾ മതപരിവർത്തനത്തിനും മറ്റുമല്ലേ വിനിയോഗിക്കാൻ പറ്റാതെ ഉള്ളൂ. ബഹളം വയ്ക്കാൻ വിനിയോഗിക്കാമല്ലോ. അപ്പോൾ ബഹളം വയ്ക്കുന്നത് നിരോധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ബഹളം വയ്ക്കാനെന്ന് പറഞ്ഞ കാശ് അത് കേരളത്തിലുമൊക്കെ വന്ന് കാണും. കാരണം ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിലാണ് കാണുന്നത്. ഈ ഇംഗ്ലീഷിൽ എഴുതുന്നതെന്ന് വെച്ചാൽ കാശ് തന്ന ആളിന് ഇത് വായിക്കണ്ടേ? നീ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ചേച്ചി ഞാനും ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലുള്ളത് കാണിക്കണം. അതിനാണ് ഓരോരുത്തരായിട്ട്
ആഷിഖ് അബു, പിന്നെ ആ മമ്മൂട്ടിയുടെ മകനുണ്ടല്ലോ ആ ചെറുക്കൻ, അവനൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല നല്ല സിനിമകൾ കിട്ടി, ഇവർ നല്ല പണക്കാരാവട്ടെ. ഈ സിനിമയില്ലെങ്കിൽ ജീവിച്ചു പോകാൻ വലിയ പ്രയാസമാണ്. സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് ദിവസം 3 തവണ ഡ്രസ്സ് മാറണം. ഒരു തവണ ഇട്ട ഡ്രസ്സ് പിന്നീട് കാണാൻ പാടില്ല. അപ്പോൾ ഇവർ നടന്നു പോകുമ്പോഴൊക്കെ ഇന്നലെ നീല സാരി ആയിരുന്നെങ്കിൽ ഇന്ന് പച്ച സാരി ആവണം. നമ്മളിത് നീലയാണോ പച്ചയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഉടുക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല അവരുടെ കൂടെയുള്ളത് ഇന്നലെയും ഇന്നും ഒരേ സാരിയാണല്ലോ, ഇത് പൊളിഞ്ഞോ ഇയാൾ, ഫൈനാൻഷ്യലി പൊളിഞ്ഞോ എന്നാണ് നോട്ടം. പൊളിഞ്ഞാൽ അവർക്ക് ആശങ്കയല്ല, സന്തോഷമാണ് ഉണ്ടാകുന്നത്. അവൾ പൊളിഞ്ഞു കേട്ടോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. ഇത് അപ്പോൾ ഈ ദുരിതത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ പൈസ ഉപകരിക്കും. രാഹുൽ ഗാന്ധി 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. പിന്നെ ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന കുട്ടികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. മൂന്നാമത്, നരേന്ദ്രമോദി മാപ്പ് പറയണം. ഇതാണ് പുള്ളിയുടെ ആവശ്യം. ഇപ്പോഴത്തെ ഞാൻ അവസ്ഥ നോക്കിയിട്ട് ചിലപ്പോൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തു എന്ന് വരും. ഇപ്പോൾ കാരണം ഇവർ ചോദിക്കുന്നതെല്ലാം കേന്ദ്ര സർക്കാർ ഏകദേശം എഗ്രി ചെയ്യുന്ന സ്ഥിതിയാണ് കാണുന്നത്. ആ സോനം വാങ്ചുക്കിനെ മെഡാൻഡ ആശുപത്രിയിൽ പോയിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി JP നഡ്ഡ, പിന്നെ ആ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ സ്റ്റേറ്റ് മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ്, ഇവർ രണ്ടുപേരും പോയി കണ്ടു. 25 മിനിറ്റ് സോണം വാങ്ചുക്ക് ഇവർക്ക് ക്ലാസ് എടുത്തു. 20 മിനിറ്റ് ഇവർ ഇതുവരെ എടുത്തതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചു പറ എന്നൊക്കെ പറഞ്ഞു ചോദ്യം ചോദിച്ചു, എല്ലാവരും അനുസരണയോടെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കത്ത് കൊടുത്തു. മാത്രമല്ല ഒരു വീഡിയോയും പുറത്തിറക്കി. ഈ പിള്ളേരുടെ പേരിൽ കേസൊന്നും എടുക്കരുത്, അങ്ങനെ ഒരു ഉറപ്പ് തരികയും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി പരിഗണിക്കാം എന്നൊരു ഉറപ്പ് തരികയും ചെയ്താൽ ഞാൻ നിരാഹാരം അവസാനിപ്പിക്കാം. അതിന് സർക്കാർ മറുപടി കൊടുക്കാനാണ് സാധ്യത. ഇപ്പോൾ നിങ്ങൾക്കും വേണേൽ ഒരു 10-15 ആളും കൂടെ കല്ലും കട്ടയൊക്കെ ആയിട്ട് ഡൽഹി പോയി കഴിഞ്ഞാൽ JP നഡ്ഡ വന്ന് നിങ്ങളെയും കാണും. ആ ഒരു അവസ്ഥയിൽ നിൽക്കുക. കാരണം ഇതിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. ഈ അഭിജിത് ദീപ് CJP ടീമിനോട് സംസാരിച്ചെങ്കിലും അവർക്ക് ഇന്ന് വരെ ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുത്തിട്ടില്ല. അവർ പറയുന്നത് ഇനി ഞങ്ങൾ ചർച്ചയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല, ഇനി ഞങ്ങളോട് ചർച്ച ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരണം, ഞങ്ങളെ വെറുതെ മെനക്കെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിള്ളേർ ബഹളം. ആരും കേൾക്കുന്നില്ല. ചിലപ്പോൾ നാളെ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കാണുമായിരിക്കും. ഇതിങ്ങനെ നിരക്കി കൊണ്ടുപോയിട്ട് ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു സ്കീമാണ് കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഈ വിവരം തന്ന ആളിനോട് ഞാൻ അവിടെ ഇവിടെയൊക്കെ സൂത്രത്തിന് മണപ്പിച്ച് വിവരം അറിയുമല്ല. ഈ തന്ന ആളിനോട് ഞാൻ പറഞ്ഞു, ഇത് പാണ്ടാരടങ്ങാനായിട്ട് 2 ആഴ്ച മുമ്പേ ചെയ്യരുതായിരുന്നു. ഇവരോട് സംസാരിക്കുക, അവരോട് സംസാരിക്കുക, എന്താണെന്ന് വെച്ചാൽ തീർത്ത് വിടണ്ടേ. പുള്ളി പറഞ്ഞു, അങ്ങനെ തീരില്ല മോഹൻദാസേ. കാരണം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാർലമെൻറ്റ് 20-ാം തീയതി തുടങ്ങുകയാണെങ്കിൽ 20-ാം തീയതി മാമാങ്കം നടത്താനാണ് അവരുടെ തീരുമാനം. പാർലമെൻറ്റ് ഞങ്ങൾ 15-ന് തുടങ്ങിയിരുന്നെങ്കിൽ ഈ മാമാങ്കം 15-ന് നടക്കും. പാർലമെൻറ്റ് 25-നായി കഴിഞ്ഞ് 25-ന് നടക്കും. എന്നാണോ പാർലമെൻറ്റ് തുടങ്ങുന്നത് അന്ന് ഈ ബഹളം നടക്കും. അത് നമുക്ക് തടയാൻ പറ്റില്ല. അപ്പം ഞങ്ങളും വിചാരിച്ചു ഏതായാലും ബഹളം നടക്കും. ഇപ്പോൾ ബഹളം നടക്കുന്ന സമയത്ത് ഇടപെട്ടാൽ മതിയല്ലോ, വെറുതെ നേരത്തെ കയറി ഇടപെട്ടിട്ട് മനുഷ്യൻ്റെ നാക്കിൻ്റെ വില കളയുന്നതിനാ. അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അങ്ങ് കാത്തിരുന്നതാണ്. പറഞ്ഞ പോലെ തന്നെ പാർലമെൻറ്റ് കൂടിയപ്പോൾ തുടങ്ങി ബഹളം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇടപെട്ടു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഈ അല്ലറ ചില്ലറ ആക്രമം സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിച്ച് കേട്ടോ. ഈ ഡൽഹിയിൽ നടക്കുന്ന അക്രമത്തെ ചൊല്ലി ഉത്കണ്ഠയുള്ള ചെറുപ്പക്കാർ 2-3 പേർ എന്നെ വിളിച്ചു, ചേട്ടാ എന്താ ഈ നടക്കുന്നത്? ഞാനവരോടൊന്നും പറയാൻ പറ്റൂ, കാരണം ഇത് കണ്ടിട്ടില്ലല്ലോ, കണ്ട് ശീലമില്ല. അതുകൊണ്ട് പെട്ടെന്ന് പരിഭ്രമം തോന്നും.
തലസ്ഥാനം ആരോ പിടിച്ചെടുക്കുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും ഒരു ചുക്കുമില്ല. ഇപ്പോൾ ഇതിന് മുമ്പ് ആണ് ഷഹീൻ ബാഗിൻ്റെ ബഹളം നടന്നത്. ഓർക്കണില്ലേ? നമ്മുടെ കൊറോണയുടെ സമയത്ത് ഷഹീൻ ബാഗ് 3 മാസം അങ്ങനെ കിടന്നു. ഷഹീൻ ബാഗ് ഒരു സമാധാനവും ഇല്ലാതെ. ഒടുവിൽ അത് അവസാനിച്ചത് ഡൽഹി കലാപത്തിലാണ്. ഓർമ്മയുണ്ടല്ലോ, 53 പേര് മരിച്ചു ഡൽഹി കലാപത്തിൽ. അതുമൊക്കെ ഡൽഹിയിൽ നടന്നു. അതിന് മുമ്പ് 1984 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ 6000 സിഖുകാരെ കോൺഗ്രസ്സുകാർ വെട്ടിക്കൊന്നു. ആയുധങ്ങൾ വെച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു, വെടിവെച്ചൊന്നുമല്ല. വീട്ടിൽ കയറി വെട്ടിക്കൊന്നു സർദാർജിമാരെ. ഔദ്യോഗിക നമ്പർ തന്നെ 3000ആണ്, 6000ആണ് അനൗദ്യോഗിക നമ്പർ. 6000 പേര് ഡൽഹിയിൽ മരിച്ചു എന്നുള്ള സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിന്ന് പച്ച ജീവനോടെ ഉണ്ട് ഈ ഭൂമിയിൽ. എനിക്ക് ഓർമ്മയുണ്ട് ആ സാധനം. ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഈ കൽക്കരി ഖനിയൊക്കെയുള്ള സ്ഥലത്തായിരുന്നു എനിക്ക് ജോലി. അവിടെ ജോലിയുള്ള ഒരു സർദാർജി ഓടി വന്നിട്ട് ഞങ്ങൾ മലയാളികൾ നടത്തുന്ന ചെറിയൊരു ഹോട്ടലുണ്ട്, അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, ഓലപ്പരയാണ്. അതിനകത്ത് ഓടിക്കയറി. അപ്പോൾ സർദാർജി അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഓടിക്കയറി ഞങ്ങളോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എന്നെ കോൺഗ്രസ്സുകാർ കൊന്നുകളയും. ഞങ്ങൾ പറഞ്ഞു, സർദാർജി ഇവിടെ ഇരിക്കുക, ആര് കൊല്ലാൻ, ഇവിടെയും കോൺഗ്രസ്സുകാരൊന്നുമില്ല, അവിടെ ഈ വലിയ രാഷ്ട്രീയവും സംഗതിയൊന്നുമില്ല. എന്നാലും സർദാർജിക്ക് ജീവഭയം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സർദാർജിയോട് ഞങ്ങൾ പറഞ്ഞു, അല്ല ആ പകിടി ഉണ്ടല്ലോ തലയിൽ, അതൊന്ന് ഊരി മാറ്റാമോ, അതാണ് അടയാളം, പെട്ടെന്ന് ആളെ തിരിച്ചറിയാൻ. പുള്ളി പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഞാൻ ഊരി മാറ്റാമെന്ന് പറഞ്ഞു. പകിടി ഊരി മാറ്റി. അതിനിടയ്ക്ക് ഒരു തമാശയാണ്, ഈ ടർബൻ അഴിച്ചു കഴിഞ്ഞപ്പോൾ സർദാർജിക്ക് കഷണ്ടിയാണ്. അങ്ങനെ കഷണ്ടിയുള്ള സർദാർജി ഞാൻ അന്നാണ് ചിരിയും വന്ന് എന്ത് ചെയ്യും, മനുഷ്യന് പ്രാണൻ രക്ഷിക്കണം. ഏതായാലും സർദാർജിയെ ആരും ആക്രമിക്കാനൊന്നും വന്നില്ല. സർദാർജി സന്ധ്യ വരെ അവിടെ ഇരുന്നു. പിന്നെ മുറിയിൽ പോയി, പുള്ളി ബാച്ചിലറാണ്, പുള്ളി ഞാൻ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും കാവൽ വരണോ? വേണ്ട, ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഈ സംഗതിയൊക്കെ കണ്ടവനാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഈ കാണിക്കുന്ന ഈ ഇടാകൂടം ഉണ്ടല്ലോ, ഇത് വലുതായിട്ട് എന്നെ സ്പർശിക്കുന്നില്ല. ഇതൊക്കെ എന്ത് അതിക്രമം എന്നുള്ള ഒരു മട്ടാണ്. അതിനു മുമ്പും ഡൽഹിയിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. പണ്ട് ഗോത നിരോധനത്തിന് സന്യാസിമാരെ വെടിവെച്ചു വന്നു ഇന്ദിരാഗാന്ധി. 110 പറയുന്നു, 71 അത് പത്രത്തിൽ വാർത്ത പോലും ആകാതെ അവർ ശ്രദ്ധിച്ചു വന്ന്. അതിലെ സന്യാസി കാർപ്പാത്രി മഹാരാജ്, അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിയെ ശപിച്ചത്. ഇതുപോലെ വെടിയേറ്റ് നിങ്ങളും മരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി മരിച്ചു. എങ്ങനെ ആ സന്യാസിമാരെ കൊന്നു, അങ്ങനെ തന്നെ ഇന്ദിരാഗാന്ധി മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രം, നമ്മുടെ തലസ്ഥാനത്തിന് വലിയൊരു ചരിത്രമുണ്ട്. അക്രമത്തിൻ്റെ ചരിത്രമുണ്ട്, ചോരവീഴ്ത്തലിൻ്റെ ചരിത്രമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. ഇപ്പോൾ നാഗ്പൂരിൽ 1994 ശരത് പവാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഗോവാരി കൂട്ടക്കൊല. ഗോവാരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസി വിഭാഗമാണ്. അവർ ആദിവാസി മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞിട്ട് നാഗ്പൂർ, ഇവിടെ മഹാരാഷ്ട്രയിൽ നിയമസഭ 2 സ്ഥലത്ത് കൂടും, ഒന്ന് ബോംബെയിലും പിന്നെ ഒന്ന് നാഗ്പൂരിലും. അപ്പോൾ നാഗ്പൂരിൽ നിയമസഭ കൂടുമ്പോൾ അവർ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞിട്ട് കൂട്ടമായിട്ട് നാഗ്പൂർ സിറ്റിയിൽ വന്നു. കാണാൻ സമ്മതിച്ചില്ല. പോലീസ് വെടിയൊന്നും വെച്ചില്ല കേട്ടോ. പോലീസ് വെടിവെക്കുന്നു, ലാത്തി ചാർജ് നടക്കുന്നു എന്നുള്ള അഭ്യൂഹം പരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതിൽ കുറേ അധികം പേര് മരിച്ചു. അതാണ് ഗോവാരി കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതത്തിൽ ഇതെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് ഭാരതം. അതുകൊണ്ട് ഭാരതം അങ്ങ് തീർന്നു പോകും എന്നൊന്നും വിചാരിക്കരുത്. അടുത്ത കാലത്തെങ്ങും ഇത്ര വലിയ കൂട്ടക്കൊലയൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഡൽഹിയിൽ കൊലയൊന്നും നടന്നിട്ടില്ലല്ലോ. ഒരു പെങ്കൊച്ചെന്തോ ICUവിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെപ്പോയി ഇദ്ദേഹം കാണുകയൊക്കെ ചെയ്തു, JP നഡ്ഡ. എന്നാൽ 118 പോലീസുകാർ തല്ലുകൊണ്ട് കിടപ്പുണ്ട്, അവരെയൊട്ട് തിരിഞ്ഞ് നോക്കിയില്ല. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം സർക്കാരിനൊരു പോക്കുണ്ട്. സർക്കാർ പോലീസിനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ഏകദേശം ആക്രമണയുള്ള കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ?
അപ്പോൾ അത് സ്ട്രാറ്റജിയാണ്, മാസ്റ്റർ സ്ട്രോക്ക് ആണെന്നൊക്കെ ആയിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ സംഗതി ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മൊത്തം നോക്കുക, അമിത്ഷാ സൈലൻ്റാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ സൈലൻ്റ് ആകും? എനിക്ക് അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു നിശബ്ദതയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം അമിത്ഷായുടെ വീട്ടിൽ ഈ JP നഡ്ഡ, ധർമ്മേന്ദ്ര പ്രധാൻ ഇവരൊക്കെ കൂടിയിട്ടുണ്ട്, 4-5 പേര്. അമിത്ഷാ വിളിച്ചു വരുത്തിയതാണ്. ഈ സിറ്റുവേഷൻ ഇങ്ങനെ കൈവിട്ട് പോകാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. ആർക്കും പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അമിത്ഷാ ബംഗാളിലായിരുന്നു. 19-ാം തീയതി രാത്രിയോ 20-ാം തീയതി രാവിലെയോ മറ്റോ ആണ് അമിത്ഷാ വരുന്നത്. അപ്പോൾ ഹി വാസ് സർപ്രൈസ്ഡ് ബൈ ദിസ് ടേൺ ഓഫ് ഇവൻറ്റ്സ്. അപ്പോൾ അതിന് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് മറ്റു മന്ത്രിമാരെ വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ കേൾക്കുന്നു. ആർക്കറിയാം ഇതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ അമിത്ഷായുടെ സൈലൻസ് ഈസ് ഇൻട്രിഗ്യൂയിങ്. ആ ശാന്തതയ്ക്ക് മുമ്പ് അതിന് പുറകിൽ എന്തോ കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അൺഫോൾഡ് ചെയ്യും. മിക്കവാറും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കളക്ട് ചെയ്ത വിവരം അടുത്ത ആഴ്ചത്തേക്ക് അമിത്ഷാ പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ അക്രമവും സംഗതിയൊക്കെ 2-3 ദിവസം കൂടെ നിൽക്കും. ലോക്സഭയിൽ നിരയുകയും നടക്കുകയില്ല. ഇവർ ലോക്സഭയിൽ എന്താ സംഭവം? ഇന്നലെ ഈ രാഹുൽ ഗാന്ധി ഈ ചർച്ച വേണം, നീറ്റിൽ ചർച്ച വേണം, ചർച്ച നടത്താമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ അങ്ങ് ചർച്ച ചെയ്താൽ പോരെ? പറ്റില്ല. അത് റൂൾ 267 വെച്ചിട്ട് ബാക്കി ഒരു ബിസിനസ്സും പാടില്ല എന്ന് തീരുമാനിച്ച് പിന്നെ ഈ ചർച്ച എടുക്കണം. സർക്കാർ പറഞ്ഞു അങ്ങനെ ബാക്കി ബിസിനസ് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല, ചർച്ച തുടങ്ങട്ടെ, ബാക്കി ബിസിനസ് നടക്കണമല്ലോ സർക്കാരിൻ്റെ ബാക്കി ബില്ലുകളൊക്കെ. അത് പറ്റില്ല, നിങ്ങൾക്ക് വന്ദേ മാതരം പാസ്സാക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു 1-2 പറഞ്ഞ് ബഹളമായി. സ്പീക്കർ ഇത് അഡ്ജേൺ ചെയ്യുന്ന സ്ഥിതി വന്നപ്പോൾ നമ്മളുടെ അഖിലേഷ് യാദവ് എണീറ്റിട്ട് പറഞ്ഞു, ഇതെന്താ കോൺഗ്രസും BJPയും തമ്മിലൊരു ഡീലുണ്ടോ സ്പീക്കർ വഴി? ഞാൻ സംസാരിക്കാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ ലോക്സഭ പിരിച്ചുവിടുന്നു, അതെന്ത് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. KC വേണുഗോപാൽ പറഞ്ഞു, താൻ എന്ത് പറയാനാണ്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. താൻ ആരോടോ എനിക്ക് വേണ്ടി പറയാൻ ഇയാൾ തട്ടിക്കയറി. താൻ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അഖിലേഷ് യാദവ് ഭയങ്കര ചൂടായി. ഇതിനിടയ്ക്ക് മൈക്ക് ഓഫായി. അതുകൊണ്ട് 2 പേരും എന്ത് പറഞ്ഞു മനസ്സിലായില്ല. ഏതായാലും 2 പേരും അത് കഴിഞ്ഞിട്ട് ലോബിയിൽ വെച്ച് ഏറ്റുമുട്ടാൻ വരെ കൈവരെ ഓങ്ങിയെന്നാണ് അറിഞ്ഞത്. അഖിലേഷ് യാദവിന് നല്ല ആരോഗ്യമുണ്ട്. KC വേണുഗോപാലിന് വയസ്സായി വരികയാണ്, സൂക്ഷിക്കണം. വാരിക്ക് അവൻ്റെ ഇടിയിടിച്ചാലുണ്ടല്ലോ 7 ദിവസം KC വേണുഗോപാൽ എണീക്കില്ല. ഗുസ്തിക്കാരൻ്റെ മകനാണ് അഖിലേഷ് യാദവ്. മുലായം സിംഗ് യാദവ് വലിയ ഗുസ്തിക്കാരനായിരുന്നു. അതിൻ്റെ ഒരു ജീൻ ഇവൻ ഗുസ്തി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ അച്ഛൻ്റെ ചില്ലറ വേലകളൊക്കെ മകന് അറിയാതിരിക്കില്ല. അതുകൊണ്ട് KC വേണുഗോപാൽ ഒന്ന് സൂക്ഷിക്കുന്നത് കൊള്ളാം. ചുരുക്കി പറഞ്ഞ് പ്രതിപക്ഷം ആകെ കൂടെ കൺഫ്യൂഷനിലാണ്. ഇത് ശരത് പവാർ വന്നു, തീരെ വയസ്സായി. പുള്ളി വടിയൊക്കെ കുത്തി ഈ ദീപ്കയുടെ അവിടെ പോയി ജന്തർ മന്ദിറിൽ. എടാ എന്തൊരു അത്ഭുതം. സുപ്രിയ സുലെയുണ്ട്. അപ്പോൾ അവിടെ ജന്തർ മന്ദിറിൽ പോയി അവിടെ നിന്നു ഒരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ശരത് പവാറിനെ കാണുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശക മുറിയിൽ ശരത് പവാറും സുപ്രിയ സുലെയും ഇരിക്കുന്നു. ആ ഫോട്ടോ പുറത്തു വന്നു. ഞാൻ വിട്ടില്ല, ഞാനതും അന്വേഷിച്ചു, ഇതെന്ത് കളിയാണ്. അപ്പോൾ കേന്ദ്രത്തിന് ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അറിയാമല്ലോ. നേരത്തെയൊക്കെ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ സഹകരണ സംഘങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്രത്തിനൊരു സഹകരണ സംഘമുണ്ട്, സഹകരണ സംഘ വകുപ്പ്. ഈ സഹകരണ വകുപ്പിൻ്റെ മന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ ചൊറിഞ്ഞ് മഹാരാഷ്ട്രയിൽ ഈ ശരത് പവാർ ജീവിച്ചു പോകുന്നത് ഇവൻ്റെ പണം കൊണ്ടാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി, പഞ്ചസാര മില്ല്, ഇത് സൊസൈറ്റികളുടെ ജോലി കൂടുതലും പഞ്ചസാര മില്ല് നടത്തുക എന്നുള്ളതാണ്. ഇതാണ് പുള്ളിയുടെ ബേസിക് വരുമാനം. പിന്നെ സിനിമ, ഒരല്പസ്വല്പം അധോലോകം, ഡി കമ്പനിയുമായിട്ട് ബന്ധം, ഇതൊക്കെയാണ് ശരത് പവാർ. പിന്നെ പുള്ളിയുടെ രാഷ്ട്രീയ സാമർഥ്യം. അപ്പോൾ പുള്ളിയുടെ അപ്രമാദിത്വം ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് അമിത്ഷാ വന്നിരിക്കുന്നു, അഥവാ കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നു. അമിത്ഷാ പേഴ്സണലി അല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കണം ചേട്ടാ. വയസ്സുകാലത്ത് നമ്മളെ ഉപേക്ഷിക്കരുത്. ഒന്നുമില്ലെങ്കിൽ മോദിയെക്കാളും പ്രായം എനിക്കില്ലേ എന്നൊക്കെ സംസാരിക്കാനായിരുന്നു ശരത് പവാർ വന്നത് എന്ന്
എനിക്ക് വിവരം കിട്ടി. ശരിയാവാൻ സാധ്യതയുണ്ട്. അടുത്ത ആഴ്ചയായിരിക്കും മിക്കവാറും ബില്ലുകളൊക്കെ ലോക്സഭയിൽ വരിക. അപ്പോഴത്തേക്ക് ഈ ബഹളമൊക്കെ ഒന്ന് അടങ്ങി ഒന്ന് ശാന്തതയാകും. കേരളത്തിലെ ആൾക്കാർ വെറുതെ ആന വാപൊളിക്കുമ്പോൾ അണ്ണാൻ വാപൊളിക്കുന്ന പോലെ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ആസാദി എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്ത് മാരായസ് കോളേജ് ഇതിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. കേരളത്തിലെ JNU ആകാൻ യോഗ്യതയുള്ള 2-3 കോളേജുകളുണ്ട്. എറണാകുളത്ത് മാരായസ് കോളേജ്, കൊല്ലം SN കോളേജ്, തൃശ്ശൂർ കേരളവർമ്മ കോളേജ്, നമ്മുടെ ഇവരുടെ മഹാകവി ദീപാനിശാന്ത് അവരുടെ കോളേജ്. അവരിപ്പോൾ അവിടെ നിന്ന് മാറി, എന്നാലും അവരുടെ പേരിലാണ് എക്കാലവും ആ കോളേജ് അറിയപ്പെടുന്നത്, ഇനി അങ്ങോട്ട് അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പൊട്ടൻഷ്യൽ JNU ആണ്. ഏതായാലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എറണാകുളം മാരായസ് കോളേജാണ്. അവിടെ ഇവരൊക്കെ കൂടിയിട്ട് ഈ ആസാദി സമ്മേളനം നടത്തി. NS മാധവൻ IAS കാരനാണ്, അറിയാമല്ലോ. അങ്ങനെ വലിയ സാഹിത്യകാരനാണ്. പിന്നെ സാംസ്കാരിക നായകൻ, സാംസ്കാരിക നായകൻ. അപ്പോൾ പുള്ളി പ്രസംഗിക്കുന്നു, എനിക്ക് ഇവരെ പോലീസ് തല്ലിയതിലൊന്നും അല്ല എൻ്റെ പ്രശ്നം. പോലീസ് അല്ലാത്ത ചില ആളുകൾ കറുത്ത തുണി കൊണ്ട് തലയിലോ വായിലോ മറ്റോ മൂടിക്കെട്ടിയിട്ട് ഇവരെ തല്ലി. പണ്ട് ഹിറ്റ്ലറുടെ ആൾക്കാർ ആരെയോ കറുത്ത തുണി മുഖത്ത് കെട്ടിയിട്ട് തല്ലിയിരുന്നു പോലും. ആ പരിപാടി ഇവിടെ തുടങ്ങി എന്നുള്ളതാണ് മൂപ്പരുടെ വിഷമം. മൂപ്പര് IASലിരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയായിരുന്നു. സകല പ്രതിപക്ഷ നേതാക്കളെയും തൂക്കി അകത്തിട്ടിരുന്നു, ഇടിച്ചും ചവിട്ടിയും കൊന്നിരുന്നു എത്രയോ പേരെ. NS മാധവന് നാക്കുണ്ടായില്ല, പേടിയായിരുന്നു എനിക്ക്. മാധവോ വെറുതെ വാചകടിക്കരുത്, എന്നെപ്പോലുള്ളവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മാധവൻ ആരാണെന്ന് തിരിച്ചറിയുന്നവർ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. മാധവന് വയസ്സൊക്കെ ആയില്ലേ, എനിക്കും വയസ്സായി. ഒരിച്ചിരി ഒന്ന് പൊടിക്കുന്ന അടങ്ങ് മാധവ, ഒന്നടങ്ങ്. വെറുതെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി അവിടെ അങ്ങോട്ടങ്ങ് കയറി ഷൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങരുത്. എക്സ്പോസ് ചെയ്ത് യു വിൽ ബി എക്സ്പോസ് നോട്ട് അപ് ടു യുവർ ബോൺസ് ബട്ട് അപ് ടു യുവർ മാരോ. ക്യാ ബാത് കർ റഹേ ഹോ, വെറുതെ തല്ലിപ്പൊളികളൊക്കെ. ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു.